ഹലോ മക്കളെ, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ അവസാന ഘട്ടത്തിലേക്ക് വന്ന് നിൽക്കുകയാണല്ലേ. അപ്പോൾ അവസാനത്തെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് പലർക്കും ഒരു ചെറിയ മടി വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എല്ലാവരും ഒരു വെക്കേഷൻ മൂഡിലേക്ക് ആയതുപോലെ ഒരു തോന്നൽ. കാരണം ഒന്ന് രണ്ട് പേരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടു, മിസ്സേ അവസാനത്തെ പരീക്ഷ ആയതുകൊണ്ട് പഠിക്കാനൊക്കെ ഒരു മടി വരികയാണ്, പിന്നെ ഫിസിക്സാണ്, ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി പഠിച്ചു തുടങ്ങണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അവസാനത്തെ പരീക്ഷ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും എഴുതി വെക്കാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാ പരീക്ഷകളും നമ്മൾ ഒരുപോലെ തന്നെ സീരിയസ് ആയിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പെക്റ്റോട് കൂടി തന്നെ എക്സാംസിനെ കാണണം കേട്ടോ. അപ്പോൾ ഇനി പഠിച്ച് തുടങ്ങിയിട്ടില്ല, ഒന്നും വേണ്ട, നാളെ ഉച്ചയ്ക്കല്ലേ പരീക്ഷയുള്ളൂ. അപ്പോൾ നല്ലോണം സമയമുണ്ട്. നിങ്ങളെല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എങ്കിലും പറ്റുന്നിടത്തോളം പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉള്ളതിൽ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ചാപ്റ്റേഴ്സ് അത്യാവശ്യം നന്നായി തന്നെ പഠിച്ചിട്ട് പോയാൽ തന്നെ മതി. മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷൻ നമ്മളങ്ങ് ഒഴിവാക്കി വിടരുത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. അതായത് പറ്റുന്ന ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഇപ്പം സോളിഡ്സിൻ്റെയും ഫ്ലൂയിഡ്സിൻ്റെയും റൊട്ടേഷൻ മോഷൻ്റെയും പ്രീവിയസ് 3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ വർക്ക് എനർജി പവറിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തു പോവുക കേട്ടോ. മടി കാണിക്കണ്ട, നാളെ ഉച്ച വരെ സമയമുണ്ട് എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് എനർജി പവറിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് വെദർ ദ വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ് ഇസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. എന്താണ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോഴ്സും അതിൻ്റെ ഡയറക്ഷനും, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഇതെന്താ പറയുക, നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയും. ഫോഴ്സ് ഇങ്ങോട്ടേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനും ആണെങ്കിൽ എന്താ പറയുക, നെഗറ്റീവ് വർക്ക് എന്ന് പറയും. ഇനി ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് താഴത്തേക്കാണെങ്കിൽ ഇതെവിടെ എന്താ ആംഗിൾ വരുന്നത്, 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, സീറോ വർക്ക് എന്നാണ് പറയുന്നത്. ഇതാണ് 3 ടൈപ്പ് ഓഫ് വർക്ക്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡ്യൂറിങ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, അല്ലേ? ഒരു ബോഡിയുടെ മോഷൻ്റെ സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന വർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ മോഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടേക്കാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്താണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ് വരുന്നത്, നെഗറ്റീവ് വർക്കാണ് വരിക. രണ്ടാമത്തെ നോക്കുക. വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂറിങ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. അതായത് ഒരു ബോഡി ഇങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആവുകയാണ്, അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണെങ്കിൽ ഇവിടെ ആംഗിൾ എത്ര വരുന്നത്, 90 ഡിഗ്രി. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് വർക്കാണ് അവിടെ വരിക, സീറോ വർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, റൈറ്റ് ദ SI യൂണിറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി. എനർജിയുടെ യൂണിറ്റ് എന്താ നമുക്കറിയാം അല്ലേ, ജൂളാണ്. അല്ലെങ്കിൽ ഇവിടെ എന്താ നോക്കിക്കേ, കപ്പാസിറ്റി ടു ഡു വർക്കാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിനെ നമുക്ക് ന്യൂട്ടൺ മീറ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ, ഇങ്ങനെയും ഒരു യൂണിറ്റ് പറയാം. അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അറിയാം അല്ലേ, ഇൻറ്റു മീറ്റർ. അപ്പോൾ ഈ മീറ്റർ ഇവിടേക്ക് എടുത്ത് കഴിയുമ്പോൾ എന്താവും, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, അങ്ങനെയും ഒരു യൂണിറ്റ് പറയാം. പക്ഷേ ജൂൾ എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി എന്താണ് ഡയമെൻഷണൽ ഫോർമുല, എന്താണ് വരിക, എനർജിയുടെയും വർക്കിൻ്റെയൊക്കെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്, mL² T⁻² ആണ് ഡയമെൻഷണൽ ഫോർമുല ഫോർ എനർജി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്തത്, what is the difference between elastic and inelastic collisions? Derive an expression for loss in kinetic energy on completely inelastic collision of two bodies in one dimensional motion. അപ്പോൾ നമ്മൾക്ക് ഈ പിന്നെ ഇതെന്താണ്, ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് എന്താണ്, those collisions in which both momentum and kinetic energy of the system are conserved. അതാണ് ഇലാസ്റ്റിക് കൊളീഷൻ. അതായത് രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ടോട്ടൽ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും സെയിം തന്നെയാണെങ്കിൽ അതിനെ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. അതേസമയം ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആവില്ല, കൈനറ്റിക് എനർജിക്ക് മാറ്റം വരാം. അങ്ങനെയുള്ള കൊളീഷൻസിനെയാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാറും ബസ്സും കൂടെ കൂട്ടിയിടിക്കുക, അവിടെ ഇൻഇലാസ്റ്റിക് കൊളീഷനാണ് നടക്കുക. അപ്പോൾ ഈ എനർജി നഷ്ടപ്പെടുന്നത് എന്തൊക്കെയായിട്ടാണ് അവിടെ മാറുക, സൗണ്ട് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും ഒക്കെ മാറും. അതുമാത്രമല്ല ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ആഫ്റ്റർ കൊളീഷൻ ഈ രണ്ട് ബോഡീസും കൂടെ ഒറ്റൊരു ബോഡി ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, അപ്പം നമുക്കിനി എങ്ങനെയാണ് ഇവിടെ ഇൻഇലാസ്റ്റിക് കൊളീഷനകത്ത് എനർജി, ലോസ് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം.
അപ്പോൾ ഇവിടെ ആദ്യം ഒരു ബോഡി ഉണ്ട്, m1 ആണ് ആ ബോഡിയുടെ മാസ്, അത് u1 വെലോസിറ്റിയിൽ പോവാണ്. രണ്ടാമത് മറ്റൊരു ബോഡി ഉണ്ട്, അതിൻ്റെ മാസ് m2 ആണ്, അത് u2 വെലോസിറ്റിയിലാണ് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുകയാണ് സെക്കൻഡ് ബോഡി 0-ലാണ്, അതായത് സെക്കൻഡ് ബോഡി മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റിലാണെന്നുള്ള കോൺസെപ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഇനി ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ബോഡീസും കൂടെ ഒറ്റൊരു ബോഡി ആവും അല്ലേ. അപ്പം നമുക്കിവിടെ m1 + m2 എന്ന് എടുക്കാം, ഇൻറ്റു അവർ രണ്ടാളും കൂടെ ഒറ്റൊരു വെലോസിറ്റിയിൽ പോകുന്നത് കൊണ്ട് ആ വെലോസിറ്റി നമുക്ക് v എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് യൂസിങ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണ്? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റിയാ. ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം നമുക്ക് എഴുതാം, ഫസ്റ്റ് ബോഡിയുടെ മാസ് m1 ആണ്, അതിൻ്റെ വെലോസിറ്റി u1 ആണ്. സെക്കൻഡ് ബോഡിയുടെ മാസ് m2 ആണ്, അതിൻ്റെ വെലോസിറ്റി u2 ആണ്. പക്ഷെ നമ്മൾ u2 0 ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഈ സെക്കൻഡ് ടേം അങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ? m1 u1 എന്നാണ് കിട്ടുക. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ? രണ്ട് ബോഡീസും കൂടി ഒരു സിംഗിൾ ബോഡി ആയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ m1 + m2 ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി എന്താണ്? v ആണ് വെലോസിറ്റി. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? ഇപ്പോൾ നോക്കിക്കേ, m1 u1 = m1 + m2 ഇൻറ്റു v എന്നാണ് കിട്ടിയത്. therefore v എന്താണ് കിട്ടുക? m1 u1 ഡിവൈഡഡ് ബൈ m1 + m2 എന്നാണ് കിട്ടുന്നത്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. വെലോസിറ്റി ഈസ് ഈക്വൽ ടു m1 u1 ഡിവൈഡഡ് ബൈ m1 + m2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജി അവിടെ കോൺസ്റ്റന്റ് അല്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കൈനറ്റിക് എനർജി എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി നോക്കണം. ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ½ m1u1² അല്ലേ. ½ m1u1². u2 0 ആയതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. മൈനസ് ½ ഇൻറ്റു ആഫ്റ്റർ കൊളീഷൻ രണ്ട് ബോഡീസും കൂടെ ഒറ്റൊരു ബോഡി ആയിട്ട് പോവാണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ മാസ്? m1 + m2 ഇൻറ്റു v². പക്ഷെ നമ്മൾ വിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? m1 u1 / m1 + m2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. m1 u1 / m1 + m2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക അല്ലേ, v² ആയതുകൊണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു m1 + m2 ഇവിടുത്തെ ഒരു m1 + m2 എന്തായി പോവും? കട്ടായി പോവും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ സ്ക്വയർ ആണ്, പക്ഷേ ഒരു m1 + m2 കട്ടായി പോകുന്നത് കൊണ്ട് ഇവിടെ എന്താ എഴുതാൻ പറ്റുന്നത്? ½ m1u1² മൈനസ് ½ ഇൻറ്റു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ½ m1² u1² ഡിവൈഡഡ് ബൈ, ഇവിടെ പിന്നെ ഒരു 2 വേണ്ട ആവശ്യമില്ല, ഡിവൈഡഡ് ബൈ m1 + m2 അല്ലേ. സ്ക്വയറിൽ നിന്ന് ഒരു m1 + m2 ഡിനോമിനേറ്ററിലും കട്ടായി പോയി അല്ലേ. ഇനി ഇവിടെ ½ m1u1² കോൺസ്റ്റന്റ് അല്ലേ, കോമൺ അല്ലേ, അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ ഈ ½ m1u1² പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ 1 വന്നു, മൈനസ് ഇവിടെ എന്താ വന്നത്? ½ m1u1² ആണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഒരു m1 ഇവിടെ ബാക്കിയുണ്ട്, അത് നമ്മളിവിടെ എഴുതി ഡിവൈഡഡ് ബൈ m1 + m2 എന്ന് കൊടുത്തു. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇത്രയും മനസ്സിലായല്ലേ. ഇനി അടുത്തത് നമ്മൾ ഇതിനെ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ഇത്ര തന്നെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, ഈ m1 + m2 ഇങ്ങോട്ടേക്ക് എടുത്തു അല്ലേ. 1 മൈനസ് ഇതായതുകൊണ്ട് m1 + m2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ m1 + m2 ഇവിടെ -m1 ഡിവൈഡഡ് ബൈ m1 + m2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ m1ഉം ഈ -m1ഉം കട്ടായിപ്പോയി. ബാക്കി എന്താ വന്നത്? ½ ഇൻറ്റു ഇവിടെ എന്ത് വന്നു? m1 u1² അല്ലേ, പിന്നെ m2 ഉണ്ട് ഡിവൈഡഡ് ബൈ m1 + m2. ½ m1 m2 u1² ബൈ m1 + m2. ദിസ് ഈസ് ദ ലോസ് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജിയിൽ നമ്മൾ സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി 0 എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കുവാണ്. എന്നിട്ട് ആഫ്റ്റർ കൊളീഷൻ രണ്ട് ബോഡീസും കൂടെ ഒറ്റൊരു ബോഡിയായിട്ട് പോകുന്നത് കൊണ്ട് m1 + m2 ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി v² എന്ന് കൊടുത്തു. അത്രേ ചെയ്യാനുള്ളൂ. ഇനി അടുത്തത് എന്താണ്? പ്രൂവ് ദാറ്റ് ദ മെക്കാനിക്കൽ എനർജി ഓഫ് എ ബോൾ ഓഫ് മാസ് m ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h ഈസ് കൺസർവ്ഡ്. അപ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്താണ്? ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മളിപ്പം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അതൊന്ന് കണ്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ച് സമയത്തും കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓൾറെഡി ചെയ്തതായതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇടാം കേട്ടോ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ എനർജി യൂസ് ബൈ എ 100 watt ബൾബ് വിച്ച് ഈസ് ഓൺ ഫോർ 10 hours അല്ലേ. 10 മണിക്കൂർ
വർക്ക് ചെയ്യുന്ന ഒരു ബൾബിൻ്റെ എനർജി എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈമാണ്. എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. കാരണം പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് വർക്ക് ഇസ് ഈക്വൽ എന്താ കിട്ടുക? പവർ ഇൻറ്റു ടൈം എന്ന് കിട്ടും അല്ലേ? വർക്ക് എന്നല്ല എനർജി. ഇനി എത്ര വോട്ടാണ് ബൾബ്? 100 വാട്ടാണ്. അപ്പോൾ 100 ഇൻറ്റു ഇവിടെ ടൈം തന്നിരിക്കുന്നത് 10 hours എന്നാണ്. പക്ഷെ അവേഴ്സിനെ നമ്മൾ എന്താക്കണം? സെക്കൻഡ്സിലേക്ക് മാറ്റുക. അപ്പോൾ 10 ഇൻറ്റു അവേഴ്സിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു 60 ഇൻറ്റു 60 അല്ലേ? അവേഴ്സിനെ മിനിറ്റ്സിലേക്ക് ആക്കണം, മിനിറ്റ്സിനെ സെക്കൻഡ്സിലേക്ക് ആക്കണം. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 36. പിന്നെ എത്രയുണ്ട്? 1 2 3 0 ഉണ്ട് അല്ലേ? 36 3 0 ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 എത്ര പൂജ്യമായപ്പോൾ ഇൻറ്റു 10⁵ ജൂൾ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കതിനെ വേണമെങ്കിൽ 3.6 ഇൻറ്റു 10⁶ ജൂൾ എന്ന് വേണമെങ്കിലും എഴുതാം. 36 ഇൻറ്റു 10⁵ ജൂൾ എന്ന് എഴുതിയാലും കറക്റ്റാണ്. അപ്പം എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പവർ അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതാണ്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്? എന്താണ് വർക്ക് എന്ന് പറയുന്നത്? നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ബോഡി കാരണം ആ ഫോഴ്സ് കാരണം ആ ബോഡി ഡിസ്പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന അതാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്തത് റൈറ്റ് ഡൗൺ എനി 2 കണ്ടീഷൻസ് ഇൻ വിച്ച് വർക്ക് ഡൺ ഇസ് 0. വർക്ക് ഡൺ ഇൻ 0 ആവുന്നത് കണ്ടീഷൻ ഒന്നുകിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ? നമ്മൾ നേരത്തെ കണ്ടില്ലേ 0 വർക്ക്. അല്ലെങ്കിൽ നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവണം. അപ്പോഴും എന്താണ്? വർക്ക് 0 ആയിരിക്കും. അതാണ് 2 കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ, അതൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ ഇസ് 0 ആണ് ആൻസർ. കാരണം ഇങ്ങനെയാണ് സർക്കുലർ മോഷൻ അല്ലേ? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരിക, ടാൻജൻഷ്യലായിട്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ 90 ഡിഗ്രിയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും 90 ഡിഗ്രിയാണ് വരിക സർക്കുലർ പാത്തിൽ, റൊട്ടേഷണൽ മോഷനിൽ. അപ്പോൾ അവിടെ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. എ മാൻ ഹോൾഡിംഗ് വെയിറ്റ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് മൂവിങ് ഹൊറിസോണ്ടലി, ഒരാൾ തലയിൽ ഒരു വെയിറ്റും കൊണ്ട് ഇങ്ങനെ നേരെ നടക്കുക. അപ്പോൾ അയാൾ ആ തലയിലേക്ക് കൊടുക്കുന്ന വെയിറ്റ് ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ് അല്ലേ? അയാൾ നടക്കുന്നത് നേരെയാണ്. അപ്പോൾ അയാൾ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കും അയാൾ നടക്കുന്നത് ഇങ്ങനെയുമാണ്. അപ്പോൾ 90 ഡിഗ്രി അല്ലേ ആംഗിൾ വരുന്നത്? അപ്പോഴും എന്താണ്? വർക്ക് 0 ആയാ അല്ലേ? ഓക്കെ. ഇത് 2 എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷൻസ് ആണ് ചോദിച്ചത്. കണ്ടീഷൻസ് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ആണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും 90 ഡിഗ്രി ആയിരിക്കണം, അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഈ 2 കണ്ടീഷൻസ് ആണ് 0 വർക്ക് ആവുക. നെക്സ്റ്റ് റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ എന്താണ്? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എന്താണ്? ഒരാളിങ്ങനെ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അയാളിലേക്ക് വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് എങ്ങനെയായിരിക്കും? ഇയാൾ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോവുകയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്കല്ലേ? അപ്പോഴും ഇവിടെ ആംഗിൾ എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലല്ലേ? അപ്പോൾ അതും എന്താണ്? എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് വർക്കാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായി അല്ലേ? യെസ്. ഇനി 2022 ജൂണിൽ, അതായത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് ഈക്വൽ മൊമെൻറ്റം, വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? 2 ബോഡീസിന് ഒരേ മൊമെൻറ്റമാണ്. ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ? അപ്പോൾ കൈനറ്റിക് എനർജി മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനാണിത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 12 mv² ആണ്. ഈ ഇക്വേഷനെ നമുക്ക് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 12 mv²/m എന്ന് വരും അല്ലേ? m²v² എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു p²/2m എന്നാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത് അല്ലേ? ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് മൊമെൻറ്റം ഈക്വൽ ആണ്. അപ്പോൾ ഫസ്റ്റ് കൈനറ്റിക് എനർജി ഓഫ് ദ ഫസ്റ്റ് ബോഡി ഈസ് ഈക്വൽ ടു p²/2m1. രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p²/2m2. അപ്പോൾ രണ്ടിൻ്റെയും മൊമെൻറ്റം സെയിം ആയതുകൊണ്ട് അത് കട്ടാക്കാം, അതായത് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ് ഇഫ് മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. Kinetic energy is inversely proportional to mass if momentum is constant. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ആർക്കാണ് കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുക? ലൈറ്റ് ബോഡിക്ക് അല്ലേ? മാസ് കുറഞ്ഞ ബോഡിക്ക് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം.
ഇത് എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്. ഡ്രോ ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി വിത്ത് ഹൈറ്റ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ കൂട്ടത്തിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്, ഗ്രാഫ് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണ്, എക്സ് ആക്സിസിൽ ഹൈറ്റും വൈ ആക്സിസിൽ എനർജിയും എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും, പക്ഷേ കൈനറ്റിക് എനർജി കുറയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും ഗ്രാഫ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും, പക്ഷെ കൈനറ്റിക് എനർജി കുറയും. തിരിച്ച് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കുറയുക ചെയ്യുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക. അത് ഏതാണ് പൊട്ടൻഷ്യൽ എനർജി, ഏതാണ് കൈനറ്റിക് എനർജി എന്ന് കറക്റ്റ് വരയ്ക്കണം. എന്നിട്ട് ഇതെന്താണ്, ദിസ് ഇസ് ടോട്ടൽ എനർജി. ഏത് പോയിന്റ് എടുത്താലും ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഗ്രാഫ് വരച്ച് പഠിക്കണേ. ഓക്കെ, ഇനി ഇതേ ഗ്രാഫ് തന്നെ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ ചിലപ്പോൾ ചോദിക്കാം. സ്പ്രിങ്ങിൻ്റെ കേസിൽ ഗ്രാഫ് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എനർജി നമ്മൾ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എക്സ് ആക്സിസിലും ഓക്കെ എനർജി വൈ ആക്സിസിലും കൊടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. രണ്ട് വശത്തേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി ഇങ്ങനെ കുറയും. ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാൽ വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇതാണ് എനർജിയും ഡിസ്പ്ലേസ്മെൻറ്റും ഇൻ ദ കേസ് ഓഫ് എ സ്പ്രിങ്ങിൻ്റെ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്നുള്ള ഡെറിവേഷനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളത് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ചെയ്ത് പഠിച്ചോണേ. നെക്സ്റ്റ് 2023 മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഡൗൺ ദ ടൈപ്പ് ഓഫ് എനർജി പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഒരു ഫ്ലോയിങ് വാട്ടറിൽ ഉണ്ടാകുന്ന എന്ത് ടൈപ്പ് ഓഫ് എനർജിയാണ്, കൈനറ്റിക് എനർജി. സ്പ്രിംഗ് ഓഫ് എ ക്ലോക്ക് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി. റോളിംഗ് ബോൾ കൈനറ്റിക് എനർജി. റേസ്ഡ് ഹാമർ പൊട്ടൻഷ്യൽ എനർജി. നമ്മളൊരു ഹാമർ ഇങ്ങനെ അടിക്കാൻ വേണ്ടി പൊക്കി വെക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's the work done by the forces independent of the path. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്. ഒരു നമ്മുടെ സ്പ്രിങ്ങിലുണ്ടാവുന്ന എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനർജിയുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത് Vx = ½ kx² ആണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പ്രിങ് എടുക്കുന്നു. ആ സ്പ്രിങ്ങിൽ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത്, വർക്ക് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ F.dx ആണ് ഇക്വേഷൻ അല്ലേ, F.dx. ഇനി നമ്മൾ കൊടുക്കുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹൂക്സ് ലോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഹൂക്സ് ലോ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബോഡിയിൽ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. എക്സ്റ്റേണലി ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ കൊടുക്കുമ്പോൾ ഇതെന്താവും, ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്ഡ് ആവും അല്ലേ. പക്ഷെ അങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഈ സ്പ്രിങ്ങിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് വരും. അതിനെ നമുക്ക് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയാം. അപ്പം നമ്മൾ എക്സ്റ്റേണലി ഒരു സ്പ്രിങ്ങിൽ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അകത്തേക്ക് വരും. അതിനെയാണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ആണ്. എന്താണ് മൈനസ് കാണിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ Fs is proportional to -x ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, Fs = -kx എന്ന് കൊടുക്കാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്പ്രിംഗ് ഫോഴ്സ്. പക്ഷെ നമുക്ക് കാണാം ഡയഗ്രത്തിൽ നിന്നും എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്പ്രിംഗ് ഫോഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് F is equal to -Fs എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -(-kx). അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, kx എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ F.dx × cos θ. പക്ഷേ എന്താ, 0 അല്ലേ, ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ cos θ എന്ന് പറയുന്നത് 0 ആണ്. cos 0യുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ F.dx എന്ന് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫിൻ്റെ വാല്യൂ കൊടുക്കുക, kx × dx. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ വർക്ക് ഡൺ. ചെറിയ വർക്കിനുള്ള ഇക്വേഷനാണ്. നമ്മൾ dx ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ഉണ്ടാവുന്ന വർക്കിൻ്റെ ഇക്വേഷനാണിത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ചെറിയ വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ kx dx എവിടെ തൊട്ട് എവിടം വരെ, 0 to x ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ വരുന്നതെന്ന് അറിയാമോ,
കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് എടുത്തേ. കെ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to x എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താണ്? 1 ആണ്. സോ എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, സോറി. അപ്പോൾ എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിന് പകരം നമുക്ക് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കുക, 0 to x. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം എക്സിൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക. പക്ഷേ ഇവിടെ എക്സ് തന്നെ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇടുക, എക്സിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുക, അതായത് 0 ആണ്. അപ്പോൾ നമ്മളത് ഒന്നും ചെയ്യണ്ട അല്ലേ, -0. സോ ഇവിടെ വർക്ക് എന്താ കിട്ടിയത്? അപ്പോൾ നമുക്ക് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. And this work is stored as the potential energy. Therefore, V is equal to half k x square. This is the equation for the energy stored in a spring. അപ്പോൾ നിങ്ങൾക്ക് ഇത് സംഭവം മനസ്സിലായോ? സോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞതെന്ന് അറിയാം. എന്നാലും നിങ്ങൾ ഒന്നുകിൽ ഫാസ്റ്റായിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പീഡ് കുറച്ച് കേൾക്കുക. അഥവാ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ സ്പീഡാക്കിയിട്ട് അങ്ങ് കേട്ടാൽ മതി കേട്ടോ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്, എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്പ്രിങ്. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ വരച്ചൊരു ഡയഗ്രാം ഇല്ലേ, ഏതാണ്? ഇങ്ങനെ യു പോലെ വരച്ചൊരു ഡയഗ്രാം, ഇങ്ങനെയും വരച്ച ഡയഗ്രാം. അത് ഇതിൻ്റെ കൂട്ടത്തിലാണ് ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. മാർച്ച് 2023 ഇപ്പം നമ്മുടെ ലാസ്റ്റ് ബോർഡ് എക്സാം, ഇപ്പോഴത്തെ +2 എഴുതിയ +1 ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. Choose the correct option. The spring force is a conservative or non-conservative force. Spring force എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അത് ചെയ്യുന്ന വർക്ക് അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതല്ല നമ്മൾ 0 to x എന്നല്ലേ എടുത്തത്. ഇനീഷ്യൽ പൊസിഷൻ 0, അതായത് ഇത് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പൊസിഷൻ 0, ഇതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് x അല്ലേ. അപ്പോൾ അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. Draw the variation of potential and kinetic energies of spring with the displacement from its ഗ്രാഫ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇതെന്തിൻ്റെ ഗ്രാഫാണ്? ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ്. ഇങ്ങനെ വരുന്നത്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കുമ്പം കൈനറ്റിക് എനർജിയാണ് മാക്സിമം. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൈനറ്റിക് എനർജിയും ഇങ്ങനെ വരുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫാണ് കേട്ടോ. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. A car and a lorry have equal kinetic energy. Which one will have greater momentum? Explain. അപ്പോൾ മൊമെൻറ്റം ആർക്കാണ് കൂടുതൽ? രണ്ടു പേർക്കും ഒരേ എന്താണുള്ളത്? ഒരേ പിന്നെ കൈനറ്റിക് എനർജിയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ് എഴുതിയെന്ന് നോക്കിക്കേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m ആണ് അല്ലേ. രണ്ടു പേർക്കും കൈനറ്റിക് എനർജി സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കാണ്, എന്താണ് ക്വസ്റ്റ്യൻ? ആർക്കാണ് മൊമെൻറ്റം കൂടുതലെന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ? കൈനറ്റിക് എനർജി കൂടുതലാവുമ്പോൾ. അപ്പോൾ p²/2m, അതായത് 2 കട്ട് ചെയ്യുക, p²/m ഇസ് ഈക്വൽ ടു a കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ p ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m ആണ്. അപ്പോൾ ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ ഉണ്ടാവുക? ലോറിയുടെ മാസ്സാണ് കൂടുതൽ. അപ്പോൾ ലോറിക്ക് മൊമെൻറ്റം കൂടുതലായിരിക്കും, കാറിന് മാസ് കുറവായതുകൊണ്ട് കാറിൻ്റെ മൊമെൻറ്റം കുറവായിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ആവുകയാണെങ്കിൽ മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. മൊമെൻറ്റമാണ് ഈക്വൽ എങ്കിൽ കൈനറ്റിക് എനർജി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. മനസ്സിലായോ? മൊമെൻറ്റം പി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. കൈനറ്റിക് എനർജി ആണ് കോൺസ്റ്റൻ്റ് എങ്കിൽ മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. അതും കൂടെ ഉള്ളൂ അല്ലേ. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ ഇതാണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ½mv² മൈനസ് ½mu² ആണ് വർക്ക് ഡൺ അല്ലേ. ഇതാണ് വർക്ക് എനർജി തിയറം. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രൂഫ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുകയാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ v² മൈനസ് u² ഇസ് ഈക്വൽ ടു 2as ആണ്. ബട്ട് എസ് ഇസ് ഈക്വൽ ടു v² മൈനസ് u²/2a ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ എസിൻ്റെ സ്ഥാനത്ത് v² മൈനസ് u²/2a എന്ന് കൊടുക്കാം.
ഓക്കെ, എയും എയും കട്ടായി, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ എന്നാണ് കിട്ടുക. നമുക്കപ്പോൾ എന്തായി കിട്ടിയില്ലേ, പ്രൂഫ് കിട്ടിയില്ലേ? W is equal to ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇതാണ് പ്രൂഫ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സിന് പകരം മാസിൻ്റെ ആക്സലറേഷൻ കൊടുക്കുക, ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a കൊടുക്കുക. എ കട്ടായി വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും അല്ലേ? അതാണ് സംഭവം. അപ്പോൾ കണ്ടോ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 13 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിനും മോഡലിനും ബോർഡിനും ഒക്കെ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതെന്തായാലും പഠിക്കണം. അതിൻ്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അത് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അപ്പം നമുക്ക് വർക്ക് എനർജി പവറും ഓക്കെ ആയല്ലോ. യെസ്, ഇനിയിപ്പം ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററും കൂടെ ഉണ്ട്. അപ്പം നാളെ ഉച്ചയ്ക്ക് എക്സാം ആയതുകൊണ്ട് നാളെ രാവിലെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളത് കാണുക കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു.